പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം മുറുകുന്നതിനിടെ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. നാളെ ഇടതുമുന്നണി നേതാക്കൾ CPI സംസ്ഥാന സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഇന്ന് നിർണായക യോഗം ചേരുന്നത്. ഒന്നിലധികം പദവികൾ ഒരു പാർട്ടി തന്നെ കൈകാര്യം ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് ചേരുന്നത്. തിരുവനന്തപുരത്ത് MN സ്മാരകത്തിലായിരിക്കുമല്ലോ യോഗം നടക്കുക. ശാലിനി കൂടുതൽ വിവരങ്ങൾ നൽകും. ശാലിനി, കുറേ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ പ്രതിപക്ഷത്താണ് സീറ്റ് എന്ന് ഉറപ്പായപ്പോൾ മുതൽ CPI പറയുന്നതാണ് ഉപനേതൃസ്ഥാന പദവി. പക്ഷേ CPM വലിയേട്ടൻ അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അവിടെ അവർ ഉപനേതാവിനെയൊക്കെ തീരുമാനിച്ച് KN ബാലഗോപാലിനെയൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിനൊപ്പം ഇരിക്കാനുള്ള ഉപനേതൃ പദവിയൊക്കെ മുൻ ധനമന്ത്രി KN ബാലഗോപാലിനൊക്കെ നൽകിയിട്ടുണ്ട്. CPIക്കാർ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഒന്നും വിളമ്പിയിട്ടില്ല എന്ന് കുറേ ദിവസങ്ങളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. CPM ഇതൊന്നും കേൾക്കുന്നില്ല. പക്ഷേ ബിനോയ് വിശ്വം ഇപ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ്. എല്ലാം ഒരു പാർട്ടി അങ്ങ് തീരുമാനിച്ചാൽ മതിയോ, എല്ലാ പദവിയും അവർക്ക് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ, സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായിരിക്കും തീരുമാനം? LDF നേതാക്കൾ നാളെ, പ്രത്യേകിച്ചും LDF കൺവീനർ നാളെ CPI നേതാക്കളെ കാണുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ്, രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ പടലപ്പിണക്കങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. CPM-നും CPI-ക്കും ഉള്ളിൽ, മുന്നണിക്കുള്ളിൽ തുടരുന്ന തർക്കങ്ങൾ. അത് ആദ്യമായി തുടങ്ങിയതല്ല, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയതല്ല, ഈ വിഷയത്തിൽ തുടങ്ങിയതല്ല. കഴിഞ്ഞ കുറേ നാളുകളായി വിവിധ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണിക്കുള്ളിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്ക് വഴിവെച്ചിട്ടുണ്ട്. PM ശ്രീവിലൊക്കെ നമ്മൾ കണ്ടതാണ്. CPI എടുത്ത നിലപാടല്ല CPM എടുത്തത്. മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാതെ PM ശ്രീയിൽ നിലപാട് എടുത്തതും അത് ഒപ്പുവെച്ചതുമായി തുടർന്ന് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടർന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറി ഏകദേശം 50 ദിവസം പിന്നിടുമ്പോഴും പ്രതിപക്ഷ ഉപനേതാവ് ആരാണ് സംസ്ഥാനത്തെ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയില്ല. ആ ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിൽ പറയുകയും ചെയ്തത്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പിണറായി വിജയൻ എത്തി, പക്ഷേ ഉപനേതാവിന്റെ കസേരയിൽ ഇതുവരെയും ആരും എത്തിയിട്ടില്ല. സാങ്കേതികമായി പറയുകയാണെങ്കിൽ ഒരാളില്ല എങ്കിൽ പോലും പകരം ചുമതലക്കാരൻ എന്ന നിലയിൽ പല രീതിയിലും അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്നത് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ KN ബാലഗോപാലാണ്. പക്ഷേ തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് ഇന്ന് CPIയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇന്നലെയും ബിനോയ് വിശ്വം അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉപനേതൃ പദവി അത് CPIക്കുള്ളതാണ്. എല്ലാ ചുമതലകളും എല്ലാ സ്ഥാനങ്ങളും CPM മാത്രം കൈയാളേണ്ടതല്ല. കീഴ്വഴക്കങ്ങളെല്ലാം തുടരേണ്ട കാര്യമില്ല, അത് പലതും മാറ്റേണ്ടതാണ് എന്നുള്ളതാണ് CPIയുടെ നിലപാട്. പക്ഷേ CPM പറയുന്നത് കീഴ്വഴക്കമാണ്, CPM തന്നെയാണ് പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവ് കസേരയും കൈയാളുന്നത്. അത് മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരൊക്കെ പറയുന്നത്. ഇക്കാര്യത്തിലുള്ള പടലപ്പിണക്കങ്ങൾ തുടരുന്നിടെ ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നാളെ CPM-ന്റെ പതിവ് സംസ്ഥാന യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരും. ഈ യോഗത്തിന് ശേഷമായിരിക്കും നാളെ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാർ CPI നേതാക്കളുമായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എങ്ങനെയും CPI-യെ മുന്നണിക്കുള്ളിൽ പിടിച്ചു നിർത്താൻ അവർക്കൊരു പ്രശ്നപരിഹാരം നടത്തുക എന്നുള്ളതാണ് നാളത്തെ ഉഭയകക്ഷി ചർച്ചകൾ കൊണ്ട് പ്രധാനമായും CPM മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. പക്ഷേ ആ ആശയം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി വിവിധ വിഷയങ്ങളിൽ ഈ പടലപ്പിണക്കങ്ങൾ തുടരുകയാണ്. ഒരു പക്ഷേ CPI മുന്നണി വിടാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. കാരണം നാണം കെട്ട് മുന്നണിക്കുള്ളിൽ തുടരണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പല നേതാക്കന്മാരും ഉന്നയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്നത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നിർണായകമാണ്. നാളെ ചേരുന്ന ഉഭയകക്ഷി യോഗവും നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്നാൽ നാളത്തെ ഉഭയകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്കും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്കും രാഷ്ട്രീയ മാറ്റങ്ങളിലേക്കും പുതിയ സമവാക്യങ്ങൾക്കുമായിരിക്കും വഴിവെക്കുക എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ബിനോയ് വിശ്വത്തെ അനുനയിപ്പിക്കാൻ ഇതുവരെ CPM നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് നാളെ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഉപനേതൃപദവി സ്വന്തം കയ്യിൽ സ്വന്തംകാർക്ക് കൊടുക്കാനുള്ള ചർച്ചകളാണ് CPM-നുള്ളിൽ ഈ ഘട്ടത്തിലും നടക്കുന്നത്. ശരി ശാലിനി. എന്തായാലും ശാലിനി, നമ്മുടെ പ്രേക്ഷകർ
ശാലിനിക്ക് നമസ്തേ പറയുന്നുണ്ട്. സാമി എന്ന പ്രേക്ഷകൻ ശാലിനിക്ക് നമസ്തേ പറയുന്ന, ഒപ്പം തന്നെ ബാബു ശ്രീബഹാർ. അങ്ങനെ രണ്ടുപേരും ശാലിനിക്കാണ് നമസ്തേ പറയുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ രാവിലെ തന്നെ സജീവമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു ആഴ്ചയായിരിക്കട്ടെ അല്ലേ, തിങ്കളാഴ്ചയാണല്ലോ.